രാവിലെ തന്നെ ഒരു ഒറ്റമീനെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കം. ഇനി ഇവിടുന്ന് എങ്ങനെ പുറത്തു പോകുമെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രദേശത്തൊന്നും ഒരു കടയോ ഒരു പെട്ടിക്കട പോലും ഇല്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാസർഗോഡ് ടു കന്യാകുമാരി സോളോ വാക്കിംഗ് ചലഞ്ചിന്റെ 4ാമത്തെ ദിവസമായി ഇന്ന്. രാവിലെ ഒരു 8:30 ആയിട്ടുണ്ട് സമയം. ഇപ്പൊ നമ്മൾ നൈസായിട്ട് ഇറങ്ങി നടത്തം തുടങ്ങാൻ പോവാണ്. പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. അത് ഇതുവരെ തീർന്നിട്ടില്ല. ഇനി തീരുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം ഇവിടെ കണ്ടിന്യൂസ്ലി 24 മണിക്കൂറും മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളതൊക്കെ അവഗണിച്ചുകൊണ്ട് നൈസായിട്ട് നമ്മുടെ യാത്ര പിന്നെ തുടങ്ങുവാണ്. ഞാനിപ്പോൾ ഈ വന്ന വഴിയും ഇനിയിപ്പോൾ ഈ പോകുന്ന വഴിയും കുറച്ച് ടാസ്ക്കാണ്. കാരണം ഇപ്പോൾ ഇവിടെ മലബാർ ഫുൾ 5 ജില്ലയിൽ റെഡ് അലേർട്ടാണ്. എനിക്കൊരു 3 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കൂടുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. 60 km/h കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഇല്ല കേട്ടോ, ഉണ്ട്. ഞാൻ വന്ന വഴിക്ക് ഇതെല്ലാം ഞാൻ കണ്ടതാണ്. ഇടിമിന്നലില്ലായിരുന്നു, ബാക്കി എല്ലാ സംഭവങ്ങളും ഞാൻ വന്ന വഴിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ നല്ല മഴയായിരുന്നു. ഒരു 4:30-5 മണി ആകുമ്പോൾ ഇറങ്ങാന്നുള്ള മൈൻഡിലാണ് ഞാനിരുന്നത്. പക്ഷെ ആ സമയത്ത് നല്ല തണുപ്പും നല്ല മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാന്നുള്ളൊരു മൈൻഡിൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ നമ്മുടെ റെയിൻകോട്ടൊക്കെ എടുത്ത് ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ബാക്കി നമുക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ റൂമൊക്കെ പൂട്ടി ഞാൻ റൂമിനോടൊക്കെ ബൈ പറഞ്ഞ് അടുത്ത ലക്ഷ്യസ്ഥാനം നോക്കി പതുക്കെ അങ്ങ് ഇറങ്ങി അവിടുന്ന്. രാവിലെ തൊട്ടേ നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കാലാവസ്ഥ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് വിൻഡോ എടുത്ത് പോയി നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചെറുവത്തൂർ ടൗൺ നല്ല കിട്ടലിനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മഴയൊക്കെ അത്യാവശ്യം കുറഞ്ഞു നിൽക്കുവാണ് ഇപ്പോൾ ഈ സമയത്ത്. രാവിലെ തന്നെ ഒരു ഒറ്റമീനെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കം. ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴി മൊത്തം കയറ്റാം. അതെന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത്രയും ദൂരം കഴിഞ്ഞ് വന്ന വഴി മൊത്തം ഇങ്ങനെ തന്നെ ഇറങ്ങും. നമ്മൾ നടന്ന് കയറി വന്ന വഴി കേട്ടോ ഇത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കയറ്റാണേ. ഇപ്പോൾ നിൽക്കണത് കണ്ണാടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്കിതല്ലാണ്ട് നമ്മുടെ കോട്ടയത്ത് ഇല്ലിക്കല്ല് പോണ വഴിക്കൊരു കണ്ണാടിപ്പാറ അറിയാം. അതല്ലാണ്ട് വേറെ കണ്ണാടിപ്പാറയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതോ ചേട്ടന്മാരൊക്കെ കുറേ നമുക്ക് നോക്കിക്കൊണ്ടിട്ടുണ്ട്. നല്ല കിടിലം വെതറായതുകൊണ്ട് അങ്ങനെ മടുപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഫോൺ നന്നായിട്ടൊന്ന് നനയുന്നുണ്ട്. അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ഇല്ലാണ്ട് ഞാൻ തന്നെ പോയിട്ട് വന്ന വഴി തന്നെ ഞാൻ വീണ്ടും തിരിച്ച് കയറാൻ പോവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഫുൾ ടൈം നോക്കുന്നില്ല. ഏതൊരു ഒരു ലൊക്കേഷൻ നോക്കി വെച്ചിട്ട് അങ്ങോട്ടേക്ക് നടക്കും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കണ്ണൂരേക്കുള്ള റൂട്ട് ഇതല്ല. അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടുന്ന് തിരിയണമായിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കാത്തതുകൊണ്ട് അത് മനസ്സിലായില്ല. അപ്പോൾ ഇനി അതുകൊണ്ട് തിരിച്ച് നടക്കുവാണ്. നമ്മൾ നടന്നൊരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ലാത്ത ഏതോ ഒരു കാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങനെ പുറത്ത് പോകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നടന്നു വരുമ്പോൾ 2 ചേട്ടന്മാർ ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ കിടന്നിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാലോ എന്നോർത്തൊരു മൈൻഡ് ഞാനും പോയി കുറേ നേരം കിക്കറടിച്ചടിച്ചടിച്ച് അവസാനം വണ്ടി സ്റ്റാർട്ടാക്കി കൊടുത്തു. നടന്നു തന്നെ കണ്ടിട്ട് ആ ഓട്ടോയിലുള്ള 3 ചേട്ടന്മാർ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. കാരണം ഞാൻ അവിടുന്ന് ദൂരെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് നടന്നു വന്നേ അവർ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ അടുത്ത് വിളിച്ച് സംസാരിച്ച് എങ്ങോട്ട് പോകാമെന്നൊക്കെ ചോദിച്ച് ചാനലൊക്കെ ചോദിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. ചായ കുടിക്കാൻ വന്നിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇവന് പോകണം, അത്രയും ദൂരം കവർ ചെയ്യാനുണ്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറി ഇങ്ങനെ ലാഗടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞ് അവർക്ക് കൈയൊക്കെ കൊടുത്ത് നൈസായിട്ടങ്ങ് ഇറങ്ങി. നമ്മളൊരു ഷോർട്ട് കട്ടൊക്കെ പിടിച്ച് വെള്ളച്ചാൽ വഴിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരാൻ വേണ്ടി അത്യാവശ്യം കുറേ ദൂരം നടന്ന് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു കിടിലൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. 2 സൈഡിലും മൊത്തം വലിയ പാടങ്ങളും നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഒരു വേറൊരു വൈബായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ നിൽക്കാമെന്നോർത്ത് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. നമ്മളപ്പോൾ വെള്ളച്ചാലൊക്കെ കഴിഞ്ഞ് നടന്ന് നേരെ ഹൈവേ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളിത് അവിടുന്ന് നടന്ന് വന്ന് നേരെ NH66 കയറാൻ പോവാണ്. ഇനി ഇവിടുന്ന് കണ്ടിന്യൂസ് ഒരു 8 കിലോമീറ്റർ അടുപ്പിച്ച് ഹൈവേ ആണ്. കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ 2 കൽപ്പിച്ചങ്ങ് നടക്കാൻ പോവാം. ഞാൻ ഈ ഹൈവേ കയറി ഇപ്പോൾ വരാൻ നേരത്ത് നല്ല കൊടും മഴയായിരുന്നു. എനിക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാർമേഘമൊക്കെ നൈസായിട്ടൊന്ന് മാറുന്നുണ്ട്. ഞാൻ എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെയും അടുത്ത മഴ പെയ്യും, അത് ഉറപ്പാണ്. ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തൊരു പെട്ടിക്കട പോലും ഇല്ല. അതുപോലത്തെ ഏതോ ഒരു ഏരിയയിലാണ്. ഇത്ര നേരം ഞാൻ സർവീസ് റോഡ് പിടിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ സർവീസ് റോഡ് പിടിച്ച് വന്നാലത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ ഇരുന്ന് പോകും.
അപ്പം അങ്ങനെ നമ്മുടെ ടൈം പോകും. അതുകൊണ്ട് ഞാൻ നേരെ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കാസർഗോഡ് ജില്ല നമ്മൾ കവർ ചെയ്തു. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പയ്യന്നൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹൈവേ അവസാനിക്കുന്നിടത്ത് വന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിന്നു. അപ്പോൾ നാഷണൽ ഹൈവേ ഒക്കെ കഴിഞ്ഞ് നൈസായിട്ട് മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിക്കൊന്ന് ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ നേരെ നമ്മൾ കണ്ണൂരിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞാനിങ്ങനെ കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴത്തേക്കും പിന്നെ മഴ നല്ല ശക്തി പെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്ത് ഞാനൊരു മരത്തിൻ്റെ സൈഡിലേക്കൊക്കെ മാറി നിന്ന് നൈസായിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്കും സ്ക്രീനിലേക്ക് വെള്ളമൊക്കെ ചാടി വർക്കാവണല്ല. എന്നാൽ പിന്നെ എന്നെ കാണിച്ചിട്ട് അവനെ എടുത്തിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നൈസായിട്ട് നിന്ന് കഷ്ടപ്പെട്ട് കൈകൊണ്ട് തുടച്ച് വീഡിയോ എടുത്തു. പിന്നെ അവിടുന്ന് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമ്മുടെ പയ്യന്നൂരുള്ള സെൻറ് തോമസ് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കും മഴ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പയ്യന്നൂരും കവർ ചെയ്ത് നമ്മൾ നടന്നു വന്ന അവസാനം പെരുമ്പാ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രിഡ്ജ് കയറാനുണ്ട്. അപ്പോൾ ഇച്ചിരി വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് അവിടെ നിന്നു. നമ്മളിപ്പോൾ പെരുമ്പാ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പെരുമ്പാ റിവറാണ് ദേ ഈ കാണുന്നത്. ഒന്നാമത് നല്ല മഴയായതുകൊണ്ട് ചെളിവെള്ളം മൊത്തം കുത്തി ഒലിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ താഴെ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ അടുത്ത ഹൈവേ പിടിച്ച് നമ്മൾ നേരെ നടക്കാനങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ബാഗിൻ്റെ കനം കൂടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ ഈ മഴയത്തോടെ ഈ ചെരുപ്പിട്ട് നടന്ന് ഈ ഫ്രിക്ഷൻ കാരണം ഒരഞ്ഞൊരഞ്ഞ് കാലിൻ്റെ കാര്യത്തിൽ ഏകദേശം നല്ലൊരു തീരുമാനമായിട്ടുണ്ട്. കുറച്ച് നേരം കാലിങ്ങനെ വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് തണുപ്പും ഒരാശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ മഴയത്ത് നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്ത് നമ്മൾ ഹൈവേകളൊക്കെ അത്യാവശ്യം ഈ വെയിറ്റും കൊണ്ട് കുറേ കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മഴയത്ത് ആണെങ്കിൽ നടന്നു വരാൻ നേരത്തിന് അവിടെ റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണണം. എന്നാൽ പിന്നെ ഇവിടെ സ്റ്റേ അടിക്കാന്നുള്ളൊരു മൈൻഡിൽ പതുക്കെ ഇങ്ങോട്ടേക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് നാളെ ഇടാം.